ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 26-ാം തീയതി 331-ാമത്തെ ദിവസത്തിലെത്തി. അവസരങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ പിന്നീട് നമ്മെ തേടി വരണമെന്നില്ലല്ലോ. പാഴാക്കിക്കളയാതെ പരമാവധി വേഗത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാവും. അങ്ങനെയാണ് ബുദ്ധിമാന്മാരുടെ സാരോപദേശം പോകുന്നത്. ജോസഫിനും നല്ലൊരു അവസരം കിട്ടിയതാണ്, ഏതാണ്ട് ദൈവത്തെ പോലെ ആകാനായിട്ട്. സ്വയം ആക്കി തീർക്കേണ്ട കഷ്ടപ്പാടും പ്രയത്നവും പോലും ഒട്ടും അദ്ദേഹത്തിന് വേണ്ടായിരുന്നു. മറ്റുള്ളവർ അത് ഭംഗിയായി ചെയ്തേനെ. ഇങ്ങനെ വെറുതെ അങ്ങ് നിന്നുകൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ടും ഒരു തരത്തിലൊരു മണ്ടൻ കളി. വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകം അവസാനിക്കുന്ന അധ്യായത്തിലാണ് ഇങ്ങനെയൊരു വചനഭാഗം ശ്രദ്ധയെ പിടിച്ചെടുത്തത്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? ആൾ ദൈവങ്ങൾ വല്ലാതെ വളർന്ന് പിളർന്ന് വീണ്ടും വളർന്ന് അങ്ങനെ പെരുകി നിറയുന്ന ഈ കാലത്ത് തീർച്ചയായും ജോസഫ് ഒരു മണ്ടൻ തന്നെയാ, അല്ലേ? നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞവൻ. പൂർവപിതാവായ യാക്കോബിൻ്റെ മരണവും സംസ്കാരവും കഴിഞ്ഞ സന്ദർഭമാണ് പശ്ചാത്തലം. ചെയ്തുകൂട്ടിയ കഠിനവും ക്രൂരവുമായ മുഴുവൻ കാര്യങ്ങൾക്കും കണക്കു പറഞ്ഞ് ദ്രോഹവും പ്രതികാരവും ഇതാ ഇപ്പോൾ തന്നെ അനുജനായ ജോസഫിൽ നിന്ന് ഉറപ്പായും ഉണ്ടാകുമെന്ന് അവൻ്റെ സഹോദരങ്ങൾ ആകുലപ്പെട്ടൊരു നേരമുണ്ട്. എന്നിട്ടോ അവർ കൂട്ടമായി വന്ന് ജോസഫിൻ്റെ കാൽക്കൽ വീണ് ചെയ്തു കൂട്ടിയ തെറ്റുകൾ പൊറുക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയാണ്. ഇതിലും നല്ലൊരവസരം എന്ന് എവിടെ കിട്ടാനാണ്? പക്ഷേ നമ്മുടെ മുഴുവൻ ധാരണകളെയും മുൻവിധികളെയും തകിടം മറിച്ച് കളയുകയാണ് ഇവിടെ ഈ ജോസഫ്. യേശുവിൻ്റെ നിഴൽ നല്ലവണ്ണം വീണുകിടക്കുന്ന ഒരു ജീവിതമാണ് ഇദ്ദേഹത്തിൽ കണ്ടെത്താൻ പറ്റുക. ജോസഫ് പൊട്ടിക്കരയുകയാണ്. ദൈവം കൂടെയുള്ള മനുഷ്യനായിരുന്നു ജോസഫ്. ഒരുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവും സ്ഥാനവുമാണ് അത്. ദൈവത്തോട് കൂടെയാണ് എപ്പോഴും ഞാൻ എന്ന് പറയുന്നതിലും എത്രയും മീതെയാണ് ദൈവം എൻ്റെ കൂടെ എന്നതിന്. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം തീരുന്നിടത്ത് എത്ര ഭംഗിയോടെയാണ് ദൈവം കൂടെ കൂട്ടിനുണ്ടെന്ന് വ്യക്തമാക്കി തരുന്നത്. ഫറവോൻ പോലും കാര്യത്തിൻ്റെ മർമ്മവും മനോഹാരിതയും മനസ്സിലാക്കിയിട്ട് സേവകന്മാരോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? അപ്പോൾ ദൈവാനുഭവത്തിൻ്റെ 7 അയലത്ത് പോലും ആകാത്തവരും എത്താത്തവരുമൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ തന്നെയാണ് ശരിക്കും ദൈവമെന്ന് അങ്ങനെയുള്ളവർ പറഞ്ഞും പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും വല്ലാത്ത വിവരക്കേട് കാട്ടുന്ന ഈ കാലത്ത് ഇവർക്കും നമുക്കും ജോസഫിനെ ഒന്ന് വായിക്കാനായിട്ട് മെനക്കെടാൻ പറ്റുമോ? തീർച്ചയായും നമ്മൾ രക്ഷപ്പെടും കേട്ടോ, സംശയമൊന്നുമില്ല. ജോസഫിൻ്റെ മരണത്തെക്കുറിച്ചും ആദ്യ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം വായിക്കുമ്പോൾ ഒന്ന് പിറകോട്ട് ഓർക്കേണ്ടതുണ്ട്. എന്തൊരു ജീവിതമായിരുന്നു ഇദ്ദേഹത്തിന് ഭൂമിയിൽ
ഈ ദൈവം സമ്മാനിച്ചത്? അങ്ങനെ ഒരു ചോദ്യത്തോടുകൂടി നമുക്ക് ഈ പുലരിയെ കുറെ കൂടി മനോഹരമാക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.